വ്യാജ പീഡന കേസിൽ തന്നെ കൊടുക്കാൻ കോളേജിനുള്ളിൽ നിന്ന് തന്നെ ഗൂഢാലോചന നടന്നുവെന്ന് കോടതി കുറ്റവിമുക്തനാക്കിയ മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അധ്യാപകൻ ആനന്ദ് വിശ്വനാഥ്. ദേവികുളം MLA ആയിരുന്ന S. രാജേന്ദ്രനും CPIM-ഉം ഇടപെട്ടാണ് 2014 വിദ്യാർത്ഥികളെ കൊണ്ട് പരാതി നൽകിച്ചത്. 2007 SFI പ്രവർത്തകനെ കോപ്പിയടിച്ച് പിടികൂടിയപ്പോൾ തനിക്കെതിരെ നടപടിയെടുക്കാൻ S. രാജേന്ദ്രന്റെ ഇടപെടലുണ്ടായി. വ്യാജ പരാതി നൽകിയ വിദ്യാർത്ഥികൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുന്നത് ഉൾപ്പെടെ ആലോചിക്കുമെന്നും അധ്യാപകനായ ആനന്ദ് വിശ്വനാഥ് 24-നോട് പറഞ്ഞു. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനായിരുന്ന ആനന്ദ് വിശ്വനാഥൻ വ്യാജ പീഡന പരാതിയിൽ വേദന അനുഭവിച്ചത് 11 വർഷമാണ്. ഒടുവിൽ നീതി ലഭിച്ചിരിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടങ്ങൾ നികത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം 24-നോടൊപ്പം ചേരുകയാണ്. ഒരു അധ്യാപകനെതിരായിട്ട് ഇതുപോലുള്ള പരാതികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അതെല്ലാം അതിജീവിച്ചു വരാൻ കാരണം ഇത് കള്ളപ്പരാതിയായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന 2014 നടന്നിട്ടുണ്ടോ ഈ കേസ് ഇങ്ങനെ വരുന്നതിന് വേണ്ടി? നമ്മൾ നിൽക്കുന്ന ഇതേ സ്ഥലത്ത് 2005 ഒരു മണ്ണിടിച്ചിലുണ്ടാകാൻ കാരണം എന്താണ്? അനധികൃതമായിട്ട് ഇവിടുന്ന് മണ്ണ് മാന്തി എടുത്തുവിട്ട് പോയതുകൊണ്ടാണ്. എന്നിട്ട് 2005 മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ലൂട്ട് ചെയ്തുകൊണ്ട് പോയി സാധനങ്ങളൊക്കെ. ഇത് തീർച്ചയായിട്ടും കോളേജ് എഡ്യൂക്കേഷന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം നടത്തി ലോസ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. ലോസ് എസ്റ്റിമേഷൻ ചെയ്യേണ്ടതായിരുന്നു. ലക്ഷക്കണക്കിന് സാധനങ്ങൾ പുറത്തുപോയി. അങ്ങനെ ആ സമയത്ത് അക്കാലത്ത് ഞങ്ങളെ കൊണ്ടിട്ട് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ കോളേജ് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടാക്കിയപ്പോൾ സമാന്തരമായിട്ട് ഈ പൊളിഞ്ഞ സ്ഥലം എങ്ങനെയാണ് കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷനെ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടു. 2007 ഇവിടെ ഒരു കോപ്പിടി ഉണ്ടായി. അത് ഞാൻ പിടിച്ചു. അതൊരു SFI-കാരനായിരുന്നു. അവന് പിന്നെ പിടിച്ചതിന്റെ അമർഷം കൊണ്ട് ഇവർ എന്ത് ചെയ്തു? അന്നത്തെ സ്ഥലം MLA ആയ രാജേന്ദ്രൻ തന്റെ മിനിസ്റ്റർ അതായത് MA ബേബി ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് ഒരു ലെറ്റർ മൂലം എഴുതി കൊടുത്തു, രേഖാമൂലം എഴുതി കൊടുത്ത് എന്നെ മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ ഞാൻ അത് ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.